മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിലെ അവസാന ടോപ്പിക്കാണിത്. മോർ പെയർസ്, കൂടുതൽ ജോഡികൾ. അപ്പം നമ്മൾ പെയറായിട്ട് വരുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി പഠിച്ചു കഴിഞ്ഞു. ഇവിടെ മോർ പെയർസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു ബോക്സിനകത്ത്, ഒരു എക്സാമ്പിളാണ്, ഒരു ബോക്സിനകത്ത് ബോക്സ് 1 1 മുതൽ 50 വരെ എഴുതിയിരിക്കുന്ന പേപ്പർ സ്ലിപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കും. 50 വരെ എഴുതിയിരിക്കുന്ന പേപ്പർ സ്ലിപ്പുകളുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 1 മുതൽ 10 വരെ എഴുതിയിരിക്കുന്ന പേപ്പർ സ്ലിപ്പുകൾ ഉണ്ട്. ഓക്കെ, നമ്മൾ പതിവ് പോലെ തന്നെ ഈ 2 ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പുകൾ എടുക്കുന്നു. എന്നിട്ട് രണ്ടും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഈവൻ നമ്പർ ആകാനുള്ള സാധ്യത, അങ്ങനത്തെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് മെത്തേഡ് എന്താന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് ആണ്. അപ്പൊ ആദ്യത്തെ ബോക്സിലുള്ള ടോട്ടൽ സ്ലിപ്പിന്റെ എണ്ണം കാണും, രണ്ടാമത്തെ ബോക്സിലുള്ള ടോട്ടൽ സ്ലിപ്പിന്റെ എണ്ണം കാണും. എന്നിട്ട് അതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് കണ്ടുപിടിക്കും. ഈ ക്വസ്റ്റ്യനകത്ത് 500 പെയർസ് ഉണ്ട്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി കണ്ടപ്പോൾ ഈ 500 എത്ര പെയർസ് ഉണ്ടോ അത്രയും പെയർസ് നമ്മൾ എഴുതിയെടുക്കുമായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ ഈ 500 പെയറും എഴുതി എണ്ണി നോക്കുക എന്ന് പറയുന്നത്, ഓരോന്നും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ടൈം ഒരുപാട് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഒരു ഈസി മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ മെത്തേഡാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പെയേഴ്സിന്റെ എണ്ണം കൂടുതൽ ആകുമ്പോൾ, ഇപ്പൊ നമുക്ക് എത്രയാ എണ്ണം എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റും. 36 വരെ പെയർ വരുമ്പോൾ, 2 ഡൈസിന്റെ 2 പകിടകളുടെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 36 പെയർ വരുന്ന കേസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു എന്താ വരിക എന്നുള്ളത്, അല്ലെ? അപ്പം അതുവരെ ഉള്ളത് വരെ എഴുതുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒരു 10ഓ 12ഓ എഴുതുന്നത് പോലെയല്ല 36 എണ്ണവും 500 എണ്ണവും എഴുതുക എന്ന് പറയുന്നത്. അപ്പൊ ആ കേസുകളിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കേണ്ടത്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡിനെ കുറച്ചും കൂടെ എളുപ്പമുള്ള തരത്തിലാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഹിന്റ് ഉണ്ട്. ഓക്കെ, ആ ഹിന്റ് എന്താണെന്ന് നോക്കിക്കോളൂ. സപ്പോസ് ഞാൻ ഈ സ്ലിപ്പിന് പകരം ബോളുകളാണെന്ന് വിചാരിക്കും. ഓക്കെ, ബ്ലൂവും വേണം, ഗ്രീനും വേണം. അപ്പൊ നിങ്ങൾക്ക് കാണാം ബ്ലൂ ആൻഡ് ഗ്രീൻ എന്ന് വരുന്ന സമയത്ത് നീലയും പച്ചയും രണ്ടും വേണം. അങ്ങനത്തെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുക. രണ്ടും ആൻഡ്, ബോത്ത് ആൻഡ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അങ്ങനെ വരുന്ന കേസിലും നീലയും പച്ചയും രണ്ടും എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഇൻറ്റു. ബ്ലൂ ഇൻറ്റു ഗ്രീൻ. ഇനി ബ്ലൂ ഓർ ഗ്രീൻ, നീല അല്ലെങ്കിൽ പച്ച. രണ്ടിന്റെ വ്യത്യാസം നിങ്ങൾക്കറിയാം. നീലയും പച്ചയും എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടും വേണം. നീല അല്ലെങ്കിൽ പച്ച എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നീല അല്ലെങ്കിൽ പച്ച, ഏതെങ്കിലും ഒന്നേ ആവശ്യമുള്ളൂ. അങ്ങനത്തെ കേസ് വരുമ്പോൾ ഓറിന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് പ്ലസ്. ബ്ലൂ പ്ലസ് ഗ്രീൻ. ഈ ഒരു ഹിന്റ് യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടും വേണമെങ്കിൽ ഇൻറ്റു ചെയ്യാം, ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ പ്ലസ് ചെയ്യാം. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഇത് കുറച്ച് ഈസി ആയിട്ട് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ് തന്നെയാണ്. അതിനൊന്ന് ചെറുതാക്കി വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടുന്ന മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 76. 2 boxes, one containing 10 slips numbered 1 to 10 and the other 5 slips from 1 to 5. One slip is taken from each. What is the probability of both being odd? Calculate the probability of getting even numbers from both. Calculate the probability of getting odd from one and even from the other. 2 പെട്ടികൾ, ഒന്നിൽ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എഴുതിയ 10 കടലാസ് കഷ്ണങ്ങൾ, രണ്ടാമത്തേതിൽ 1 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എഴുതിയ 5 കടലാസ് കഷ്ണങ്ങൾ. രണ്ടിൽ നിന്നും
ഓരോ കടലാസ് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? ഒന്ന് ഒറ്റയും മറ്റേത് ഇരട്ടയും ആകാനുള്ള സാധ്യത എന്താണ്? അപ്പം ഇവിടെ നേരത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് ബോക്സ് ഉണ്ട്. ബോക്സ് 1ഉം ബോക്സ് 2. ബോക്സ് 1നകത്ത് 10 സ്ലിപ്സ് ആണുള്ളത്. 10 കടലാസ് കഷ്ണങ്ങളാണുള്ളത്. 1 2 3 4 അങ്ങനെ എഴുതിയ 10 വരെ എഴുതിയ 10 കടലാസ് കഷ്ണങ്ങളാണുള്ളത്. ബോക്സ് 2വിൽ 1 2 3 4 5 എന്നെഴുതിയ 5 കടലാസ് കഷ്ണങ്ങളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഓരോ ബോക്സിൽ നിന്നും ഓരോ കടലാസ് എടുക്കുകയാണെങ്കിൽ സംഖ്യാജോഡികളുടെ എണ്ണം എത്രയായിരിക്കും? വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബോക്സ് 1ൽ എത്ര സ്ലിപ്സ് ഉണ്ടെന്ന് നോക്കും. ബോക്സ് 2വിനകത്ത് എത്ര സ്ലിപ്സ് ഉണ്ടെന്ന് നോക്കും. 10ഉം 5ഉം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 50 എന്ന് കിട്ടും. ആണല്ലോ. പക്ഷേ പ്രോബ്ലം ആദ്യത്തെ ആ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് കണ്ട് പ്രോബ്ലം ആൻസർ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ആ 50 പെയർസും എഴുതേണ്ടതായിട്ട് വരും. അത് എഴുതുക എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കുന്നതുമാണ്. എന്നാൽ അങ്ങനെ എഴുതി വെക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യവുമല്ല. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ പുതിയ മെത്തേഡ് പരിചയിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർക്കുക. ആൻഡ് എന്ന് വന്നാൽ ഇൻറ്റുവും ഓർ എന്ന് വന്നാൽ പ്ലസും ഇടുക. ഓക്കെ, രണ്ടും വേണം എന്ന ഒരു സൗണ്ടാണ് നമ്മൾ വായിക്കുമ്പോൾ വരുന്നതെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അല്ലെങ്കിൽ എന്ന വേർഡാണ് വരുന്നതെങ്കിൽ കൂട്ടുക. ഇതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു പെയറുകൾ എഴുതാതെ തന്നെ ആൻസറിലേക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡ്? രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? അതായത് ബോക്സ് 1ൽ നിന്നും ഒറ്റ സംഖ്യ എടുക്കണം, ബോക്സ് 2വിൽ നിന്നും ഒറ്റ സംഖ്യ എടുക്കണം. 2ൽ നിന്നും എന്നൊരു സംഖ്യ വന്നു. ആൻഡ് odd numbers should be taken from box 1 and odd numbers should be taken from box 2. ഇപ്പം ആൻഡ് എന്ന് വന്നു. ആൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യും, ഇൻറ്റു ചെയ്യും. ഓക്കെ, സോ എ പാർട്ട് എഴുതാം നമുക്ക്. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ഓഡ്. ഇപ്പം രണ്ടും ഓഡ്, ബോത്ത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റു ആണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഓഡ് ഫ്രം ബോക്സ് 1, ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ഒറ്റ സംഖ്യ വേണം. ആൻഡ് ആ വേർഡ് ഓർക്കുക. ഓഡ് ഫ്രം ബോക്സ് 2, രണ്ട് ബോക്സുകളിൽ നിന്നും ഓഡ് നമ്പർ ഒറ്റ സംഖ്യ വേണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ബോക്സ് 1ൽ നിന്ന് ഓഡ് വരാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ബോക്സ് 1 നോക്കാം. ബോക്സ് 1ൽ ഓഡ് നമ്പേഴ്സ് എത്രയുണ്ട്? 1 10 വരെയാണ്. 10 വരെയുള്ള ഓഡ് നമ്പേഴ്സ് ഏതാണ്? 1 3 5 7 9. എത്ര എണ്ണമുണ്ട്? 5 എണ്ണമുണ്ട്. സോ 5/, ആകെ ബോക്സ് 1ലുള്ള എണ്ണം എത്രയാണ്? 10. അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ആണല്ലോ. ഒറ്റ സംഖ്യകളുടെ എണ്ണം ബൈ ആകെ സംഖ്യകൾ. അങ്ങനെയാണ് നമ്മൾ സാധാരണ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പൊ ഞാനിവിടെ കണ്ടുപിടിച്ചത് ഓഡ് നമ്പർ, ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ എഴുതിയത് 5/10. ഇനി ഇവിടെ ആൻഡ് എന്നുണ്ട്. ആൻഡ് എന്ന് കാണുമ്പോൾ അപ്പം എന്തിട്ടോളാം? ഇൻറ്റു ഇട്ടോളാം. ഇനി ഓഡ് ഫ്രം ബോക്സ് 2, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഒറ്റ സംഖ്യ. അപ്പൊ രണ്ടാമത്തെ ബോക്സിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 1 2 3, 1 3 5 അതായത് 3 എണ്ണമുണ്ട്. ബൈ ടോട്ടൽ നമ്പേഴ്സ് ഇൻ ദ ബോക്സ്, ആ ബോക്സിലുള്ള ആകെ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. സോ 3/5. ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തെഴുതും, ഡിനോമിനേറ്ററുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തെഴുതും. അല്ല എങ്കിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ആണല്ലോ,
ഇൻറ്റു വരികയാണെങ്കിൽ ന്യൂമറേറ്ററിലും ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ എടുക്കണം, ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ എടുക്കണം ഇൻറ്റു വരുമ്പോൾ. അപ്പം മുകളിലും താഴെയും ഒരേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. 5 മുകളിലും ഉണ്ട്, താഴെയുണ്ട്. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? മുകളിൽ 3 മാത്രം, താഴെ 10 മാത്രം. സോ ആൻസർ എന്താണ്? 3/10. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പേഴ്സ് ഫ്രം ബോത്ത്. രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത. അപ്പൊ എന്ന ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളാണെങ്കിൽ ബോത്ത് അല്ലെങ്കിൽ ആൻഡ് എന്ന വേർഡ് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ഈവൻ. രണ്ട് നമ്പറും ഈവൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഈവൻ നമ്പർ ഒന്നാമത്തെ ബോക്സിൽ നിന്നും കിട്ടണം, ഈവൻ നമ്പർ രണ്ടാമത്തെ ബോക്സിൽ നിന്നും കിട്ടണം. എന്നാലാണ് രണ്ട് നമ്പേഴ്സും ഈവൻ ആവുകയുള്ളൂ. അപ്പൊ ആൻഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ഈവൻ കിട്ടാനുള്ള സാധ്യത പ്രോബബിലിറ്റി. ഒന്നാമത്തെ ബോക്സിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പർ ഉള്ളതിൽ ഈവൻ നമ്പറുകളുടെ എണ്ണം 5. ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? 10. ആൻഡ് ആണ് ഇൻറ്റു. ഇനി രണ്ടാമത്തെ ബോക്സിൽ ഈവൻ നമ്പേഴ്സ് എത്രയുള്ളത്? 2ഉം 4, 2 എണ്ണമാണ് ഉള്ളത്. ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? 5. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. മുകളിലും താഴെ 5 ഉണ്ട്, ഇൻറ്റു ആണ്, അതുകൊണ്ട് കട്ട് ചെയ്യാം. അപ്പം മുകളിൽ 2, താഴെ 10. 2/10 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/5 എന്ന ഉത്തരം കിട്ടും. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് ഫ്രം വൺ ആൻഡ് ഈവൻ ഫ്രം അതർ. ഒന്ന് ഒറ്റയും മറ്റേത് ഇരട്ടയും ആകാനുള്ള സാധ്യത. ഇപ്പൊ 2 നമ്പേഴ്സ് എടുക്കണം. ഒന്ന് ബോക്സ് 1ൽ നിന്ന് എടുക്കണം, രണ്ടാമത്തത് ബോക്സ് 2ൽ നിന്ന് എടുക്കണം. ഏതെങ്കിലും ഒന്ന് ഒറ്റയാക്കണം, അപ്പോൾ മറ്റേത് ഇരട്ടയായിരിക്കും. അങ്ങനെ വേണം എടുക്കാൻ. അപ്പൊ നമ്മൾ ബോക്സ് 1ൽ നിന്ന് ഓഡ് എടുത്താൽ ബോക്സ് 2ൽ നിന്ന് എന്തേ എടുക്കാൻ പാടുള്ളൂ? ഈവനെ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കൂടെ വരുന്നുണ്ട്. ബോക്സ് 1ൽ നിന്ന് ഈവൻ എടുത്താൽ ബോക്സ് 2ൽ നിന്ന് ഓഡ്. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോബബിലിറ്റി ഓഫ് ഓഡ് ഫ്രം 1, ഒന്നിൽ നിന്നെന്നാ പറയുന്നുള്ളൂ, ഏത് ബോക്സിൽ നിന്നെന്ന് പറയുന്നില്ല. ഓഡ് ഫ്രം 1 ആൻഡ് ഈവൻ ഫ്രം അതർ എന്ന ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ എന്താ കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ഓഫ് ഓഡ് ബോക്സ് 1ൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ബോക്സ് 2ൽ നിന്ന് എന്താ എടുക്കുക? ഈവൻ. ഈവൻ ഫ്രം ബോക്സ് 2 ഓർ അല്ലെങ്കിൽ ഈവൻ ഫ്രം ബോക്സ് 1 ആൻഡ് ഓഡ് ഫ്രം ബോക്സ് 2. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഓഡ് എടുക്കാൻ പാടുള്ളൂ. അത് ഒന്നുകിൽ ബോക്സ് 1ൽ നിന്നാകാം, അല്ലെങ്കിൽ ബോക്സ് 2ൽ നിന്നാകാം. ബോക്സ് 1ൽ നിന്ന് ഒറ്റ സംഖ്യ എടുത്താൽ ബോക്സ് 2ൽ നിന്ന് ഇരട്ട സംഖ്യ. അപ്പൊ നമുക്ക് ഇത് എഴുതുമ്പോൾ, മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ്: ബോക്സ് 1ൽ നിന്ന് ഒറ്റ സംഖ്യയും ബോക്സ് 2ൽ നിന്ന് ഇരട്ട സംഖ്യയും, അല്ലെങ്കിൽ ബോക്സ് 1ൽ നിന്ന് ഇരട്ട സംഖ്യയും ബോക്സ് 2ൽ നിന്ന് ഒറ്റ സംഖ്യയും. അപ്പൊ ഇനി എങ്ങനെ എഴുതാൻ നോക്കാം. ആദ്യത്തെ ഓഡ് ഫ്രം B1, ബോക്സ് 1ൽ നിന്ന് ഓഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ബോക്സ് 1ൽ മൊത്തം 5 ഓഡ് നമ്പേഴ്സ്, ടോട്ടൽ നമ്പേഴ്സ് 10. ആൻഡ് ഇൻറ്റു ഈവൻ ഫ്രം ബോക്സ് 2, ബോക്സ് 2ൽ നിന്ന് ഈവൻ നമ്പേഴ്സ് 2 എണ്ണം, ആകെ നമ്പേഴ്സ് 5 എണ്ണം. ഓർ വന്നാൽ അപ്പം എന്തിട്ടോളാം? പ്ലസ്. അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പ്ലസ്. ഈവൻ ഫ്രം B1ൽ ബോക്സ് 1ൽ ഈവൻ നമ്പേഴ്സിന്റെ എണ്ണം 5, ടോട്ടൽ നമ്പേഴ്സ് 10. ആൻഡ് അപ്പോൾ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇട്ടോളാം. ഓഡ് ഫ്രം B2, ബോക്സ് 2ൽ ഓഡ് നമ്പേഴ്സിന്റെ എണ്ണം 3, ആകെ നമ്പേഴ്സിന്റെ എണ്ണം 5. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വെട്ടിക്കളയാതിരിക്കുന്നതാണ് നല്ലത്. അവസാന സ്റ്റെപ്പിൽ വെട്ടിക്കളയാം. ഓക്കെ, അപ്പൊ എന്ത് വരും നോക്കാം. ന്യൂമറേറ്ററുകളെ തമ്മിൽ മൾട്ടിപ്ലൈ. 5 × 2 10, 10/10 × 5 50, പ്ലസ്
5 ഇൻറ്റു 3 15 ബൈ 10 ഇൻറ്റു 5 50. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് കൂട്ടണം, ഒരേ ഡിനോമിനേറ്റർ ആണ്. സോ അതേ ഡിനോമിനേറ്റർ തന്നെ ഉത്തരത്തിലും എഴുതാം. പിന്നെ ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടാം. 10ഉം 15ഉം കൂട്ടിയാൽ 25. 25 ബൈ 50. 25 എന്ന് പറയുന്നത് 50ന്റെ പകുതിയാണ്. 25 ബൈ 50 എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ് ആൻസർ. അടുത്ത പ്രോബ്ലം, ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം, പേജ് നമ്പർ 77. There are 50 mangoes in a basket, 20 of which are unripe. Another basket contains 40 mangoes with 15 unripe. If we take one mango from each basket, what is the probability of both being ripe? Compute the probability of both being unripe. What is the probability of getting at least one ripe mango? ഒരു കുട്ടയിൽ 50 മാങ്ങയുണ്ട്, അതിൽ 20 എണ്ണം പഴുത്തിട്ടില്ല. മറ്റൊരു കുട്ടയിൽ 40 മാങ്ങയുണ്ട്, 15 എണ്ണം പഴുത്തിട്ടില്ല. ഓരോ കുട്ടയിൽ നിന്നും ഓരോ മാങ്ങയെടുത്താൽ രണ്ടും പഴുത്തതാകാനുള്ള സാധ്യത എത്രയാണ്? രണ്ടും പച്ചയാകാനുള്ള സാധ്യത എത്രയാണ്? ഒരെണ്ണമെങ്കിലും പഴുത്തതാകാനുള്ള സാധ്യത എത്രയാണ്? അപ്പൊ നമുക്കിവിടെ രണ്ട് ബോക്സസ് ആണുള്ളത്, ബാസ്ക്കറ്റുകളാണുള്ളത്. ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ ടോട്ടൽ 50 മാംഗോസ് ഉണ്ട്. ഓക്കെ, അതില് 20 എണ്ണം പഴുത്തിട്ടില്ല, അൺറൈപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ റൈപ്പ് മാംഗോസിന്റെ എണ്ണം എത്രയായിരിക്കും? പഴുത്ത മാങ്ങകളുടെ എണ്ണം 30 ആയിരിക്കും. നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്കത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. കാരണം ടോട്ടൽ 50 മാങ്ങയുണ്ട്, അതിൽ 20 എണ്ണം പഴുക്കാത്തതുണ്ടെങ്കിൽ പഴുത്ത മാങ്ങയുടെ എണ്ണം 30 ആയിരിക്കും. രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ ആകെ 40 മാംഗോസ് ആണുള്ളത്, 40 മാങ്ങകളുണ്ട്. അതിൽ 15 എണ്ണം പഴുത്തിട്ടില്ല, 15 അൺറൈപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ പഴുത്ത മാങ്ങകളുടെ എണ്ണം നമുക്ക് കാണാവുന്നതേ ഉള്ളൂ, 25 എന്ന് കിട്ടും. അതാണ് പഴുത്ത മാങ്ങകളുടെ എണ്ണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് റൈപ്പ്? രണ്ട് ബാസ്ക്കറ്റിൽ നിന്നും ഓരോ മാങ്ങ വെച്ചെടുക്കുകയാണ്. ആ എടുക്കുന്ന രണ്ട് മാങ്ങയും, ഈ ബാസ്ക്കറ്റിൽ എടുക്കുന്ന മാങ്ങയും ഈ ബാസ്ക്കറ്റിൽ നിന്ന് എടുക്കുന്ന മാങ്ങയും പഴുത്തതാകാനുള്ള സാധ്യത എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബാസ്ക്കറ്റ്, ഇതിന് നമുക്ക് ബാസ്ക്കറ്റ് 1ന് B1 എന്ന് കൊടുക്കാം, ബാസ്ക്കറ്റ് 2ന് B2 എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പേര് കൊടുത്തത്. B1ൽ നിന്നും ഒരു പഴുത്ത മാങ്ങ എടുക്കണം, B2വിൽ നിന്നും പഴുത്ത മാങ്ങ എടുക്കണം. രണ്ടിടത്തു നിന്നും പഴുത്ത മാങ്ങ എടുക്കണം. ഓക്കെ, അതിന്റെ ആൻസർ നമുക്ക് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് മാംഗോസ് ആർ റൈപ്പ്. രണ്ടും പഴുത്ത മാങ്ങ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോക്സിൽ നിന്നും പഴുത്ത മാങ്ങ, റൈപ്പ് മാംഗോ ഫ്രം B1 ആൻഡ്, അല്ലെ, രണ്ട് മാങ്ങയും വേണം. രണ്ട് ബാസ്ക്കറ്റിൽ നിന്നും നമുക്ക് മാംഗോ എടുക്കണം. അപ്പൊ ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് പഴുത്ത മാങ്ങ എടുത്തു, പിന്നെയോ രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്നും പഴുത്ത മാങ്ങ തന്നെ എടുക്കണം. റൈപ്പ് മാംഗോ ഫ്രം B2, ബാസ്ക്കറ്റ് 2. അപ്പൊ ആദ്യത്തെ കാണാം, ബാസ്ക്കറ്റ് 1ൽ നിന്ന് റൈപ്പ് മാംഗോ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഒന്നാമത്തെ കുട്ടയിൽ നിന്നും പഴുത്ത മാങ്ങ കിട്ടാനുള്ള സാധ്യത. ഒന്നാമത്തെ കൊട്ടയിൽ എത്ര പഴുത്ത മാങ്ങയുണ്ട്? 30. 30 ആകെ മാങ്ങകളുടെ എണ്ണം 50. സോ 30/50 ആണല്ലോ. ആൻഡ് എന്ന് വരുമ്പോൾ നമ്മൾ എന്താ എഴുതാ? ഇൻറ്റു രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് B2വിൽ നിന്നും പഴുത്ത മാങ്ങ. അപ്പം B2വിൽ എത്ര പഴുത്ത മാങ്ങകളുണ്ട്? 25. ടോട്ടൽ മാങ്ങകളുടെ എണ്ണം 40. സോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ റൈപ്പ് മാംഗോസിന്, പഴുത്ത മാങ്ങകൾക്ക് അനുകൂലമായ എണ്ണം എത്രയാ? 25. ആകെ മാങ്ങകൾ 40. അതാണ് 25/40. സാധാരണ പ്രോബബിലിറ്റിയുടെ സാധ്യതയുടെ ഡെഫിനിഷനാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നിന്ന് 0 കട്ട് ചെയ്യാം, ഇവിടെ നിന്ന് 0 കട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 3ഉം 5ഉമാണ് തരിക. പിന്നെ നോക്കാം, മുകളിൽ 25 ഉണ്ട്, താഴെ 5 ഉണ്ട്. 25ഉം 5ഉം
5ന്റെ ഗുണിതങ്ങളാണ് ആണല്ലോ. സോ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വരും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അത് പോയി. അപ്പോൾ ബാക്കി നമുക്കുള്ളത് വീണ്ടും ന്യൂമറേറ്ററിലുള്ളത് 3 × 5 താഴെയുള്ളത് 4. വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 5ഉം 40ഉം 5ന്റെ ഗുണിതങ്ങൾ തന്നെയാണ്. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. അപ്പോൾ ബാക്കി നമുക്ക് ന്യൂമറേറ്ററിലുള്ളത് 3 മാത്രമാണ്, ഡിനോമിനേറ്ററിലുള്ളത് 8 ആണ്. സോ ആൻസർ 3/8. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ബി പാർട്ട്. കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് അൺറൈപ്പ്. എടുക്കുന്ന 2 മാങ്ങകളും പഴുക്കാത്തതായിരിക്കും. അപ്പോൾ ഓരോ ബാസ്ക്കറ്റിൽ നിന്ന് ഓരോ മാങ്ങ വീതമാണ് എടുക്കുന്നത്. ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്നും പച്ച മാങ്ങയാണ് കിട്ടുക, രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്നും പച്ച മാങ്ങയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടുന്ന 2 മാങ്ങകളും പഴുത്തതല്ലാതിരിക്കും, പച്ചയാവാനുള്ള സാധ്യതയാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് മാംഗോസ് ആർ അൺറൈപ്പ്. 2 മാങ്ങകളും പച്ചയാണെങ്കിൽ അർത്ഥം എന്താണ്? ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് എടുത്ത മാങ്ങയും പച്ചയാണ്. അൺറൈപ്പ് മാംഗോ ഫ്രം ബാസ്ക്കറ്റ് 1. അതേപോലെ ഒരു മാങ്ങ എടുത്താൽ പോലെ 2 മാങ്ങ എടുക്കണം. ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഒരു പച്ചമാങ്ങ എടുത്തു, ആൻഡ് രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്നും പച്ചമാങ്ങ. അൺറൈപ്പ് മാംഗോ ഫ്രം B2. ഓക്കെ, അപ്പോൾ അൺറൈപ്പ് മാംഗോ ഫ്രം B1, പ്രോബബിലിറ്റി ഓഫ് അൺറൈപ്പ് മാംഗോ ഫ്രം B1, ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്നും പച്ചമാങ്ങ എടുക്കുന്നതിനുള്ള സാധ്യത. എത്ര പച്ചമാങ്ങയുണ്ട്? 20. ആകെ മാങ്ങകളുടെ എണ്ണം 50. സോ 20/50. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇവിടെ പച്ചമാങ്ങകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള എണ്ണം 15, ആകെ എണ്ണം 40. സിംപ്ലിഫൈ ചെയ്യാം. 20ൽ നിന്നും 50ൽ നിന്നും 0 കട്ട് ചെയ്യാം. പിന്നെ വീണ്ടും 2ഉം 40ഉം 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 2നെ 2 കൊണ്ട് കട്ട് ചെയ്തു, 40നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 20. വീണ്ടും 15ഉം 5ഉം 15/5 3. സോ നമുക്ക് ആൻസർ കിട്ടും 3/20. സി പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ? ഒരെണ്ണമെങ്കിലും പഴുത്തതാകാനുള്ള സാധ്യത എന്താണ് എന്ന് പറഞ്ഞ ബാസ്ക്കറ്റ് 1ൽ നിന്നും ഒരു മാംഗോ എടുക്കുന്നു, ബാസ്ക്കറ്റ് 2വിൽ നിന്നും ഒരു മാംഗോ എടുക്കുന്നു, ഏതെങ്കിലും ഒന്ന് പഴുത്തതാകണം എന്ന് പറഞ്ഞാൽ 2ഉം പച്ചയാകരുത്, 2ഉം അൺറൈപ്പ് ആകരുത് എന്നതാണ് അർത്ഥം. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ അത് തന്നെ ചെയ്യാം, അല്ലാണ്ട് ഓരോന്നെടുത്തിട്ടുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്ന് കണ്ടാൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് എന്ന് ചോദിച്ചാൽ ടോട്ടൽ പ്രോബബിലിറ്റി 1ൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ അൺറൈപ്പ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഒരെണ്ണമെങ്കിലും പഴുത്തത് എന്ന് പറഞ്ഞാൽ 1 - പ്രോബബിലിറ്റി ഓഫ് 2ഉം പച്ച. നേരെ ഓപ്പോസിറ്റ്, ഇവിടെ റൈപ്പ് വന്ന് ഇവിടെ അൺറൈപ്പ്. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ ബോത്ത് ആർ അൺറൈപ്പ്. ഓക്കെ, അപ്പോൾ 1 - 2ഉം പച്ചയാകാനുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ബി പാർട്ടിൽ നമുക്ക് ആൻസർ കിട്ടിയിരുന്നു. നമുക്ക് കിട്ടിയ ആൻസർ 3/20 ആയിരുന്നു. സോ അതവിടെ എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 20 ഡിനോമിനേറ്ററിൽ വരും. 1 × 20 20 -3 17/20 എന്ന് ഉത്തരം കിട്ടും. എന്തായാലും ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ABC പാർട്ടിൽ ബോത്ത് അൺറൈപ്പ് എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. അതിന് തുടർച്ചയായിട്ടായിരിക്കും അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് എന്ന് ചോദിക്കുക. അങ്ങനെ ചെയ്യണമെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി 1ൽ നിന്ന് 2ഉം പച്ചയാകാനുള്ള സാധ്യത കുറച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1 പേജ് നമ്പർ 78. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ക്ലാസ് 10A there are 30 boys and 20 girls. In 10B there are 15 boys and 25 girls. One student is to be selected from each class. A. What is the probability of both being girls? B.
what is the probability of both being boys? C. What is the probability of one boy and one girl? D. What is the probability of at least one boy? 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം. രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്താണ്? ഒരാൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനും ആണ്. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് 2 ക്ലാസ് ഉണ്ട്, 10Aയും 10Bയും. 10Aയില് 30 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട്. നമുക്ക് എപ്പോഴും പ്രോബബിലിറ്റി കാണുമ്പോൾ ടോട്ടൽ ആവശ്യമാണ്. ടോട്ടൽ സ്റ്റുഡൻസ് 50 കുട്ടികളാണ് 10A ക്ലാസ്സിലുള്ളത്. 10Bയിൽ 15 ബോയ്സും 25 ഗേൾസുമാണ് ഉള്ളത്. സോ ടോട്ടൽ കുട്ടികളുടെ എണ്ണം 40 ആണ്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ എഴുതാം. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുക്കും. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഗേൾസ് ആകാനുള്ള സാധ്യതയാണ് ഫസ്റ്റ് കാണേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. P of both are girls എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10A ക്ലാസ്സിൽ നിന്നും ഗേളിനെ എടുക്കുന്നു, 10B ക്ലാസ്സിൽ നിന്നും ഗേളിനെ എടുക്കുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗേൾ ഫ്രം 10A ആൻഡ് 2 ക്ലാസ്സിൽ നിന്നും കുട്ടികൾ വേണം. ആദ്യത്തെ ക്ലാസ്സിൽ ഗേൾ ഫ്രം 10A എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു പെൺകുട്ടിയെ 10A ക്ലാസ്സിൽ നിന്ന് എടുത്തു. ഇനി 10B എടുക്കേണ്ടത്. രണ്ടും ഗേൾസ് ആണ്. അപ്പൊ 10B ആരെ എടുക്കാൻ പാടുള്ളൂ? ഗേളിനെ തന്നെ എടുക്കാൻ പാടുള്ളൂ. ഗേൾ ഫ്രം 10B. 10Aയിൽ നിന്ന് പെൺകുട്ടിയും 10Bയിൽ നിന്ന് പെൺകുട്ടിയും, അങ്ങനെ എഴുതാം മലയാളത്തിൽ. സോ ഗേൾ ഫ്രം 10, 10A ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത എത്രയാണ്? 10A ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? 20. 20 പേർക്ക് ഒരേ ചാൻസ് ആണ് തിരഞ്ഞെടുക്കപ്പെടാൻ. 20. ടോട്ടൽ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 50. സോ 20/50 ആണ് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ഗേൾ ഫ്രം 10 ആൻഡ് ഇൻടു ഒരു ഗേളിനെ മാത്രം പോരാ, 10A നിന്ന് ഒരു പെൺകുട്ടിയെ മാത്രം പോരാ, 10Bയിൽ നിന്നും പെൺകുട്ടി വേണം. അപ്പൊ 10Bയിൽ നിന്ന് ഗേളിനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കാണും. 10Bയിലെ ഗേൾസിന്റെ എണ്ണം 25 ആണ്. ആകെ കുട്ടികളുടെ എണ്ണം 40. ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ എഴുതാം. രണ്ടിടത്തുനിന്നും 0 കട്ട് ചെയ്യാം. നമുക്ക് 25/5 5ആണ്. 5/40 8ആണ്. ഓക്കെ, അപ്പൊ ഏതാണോ വലിയ നമ്പർ അവിടെ എഴുതാം. 2/8 എന്ന് പറയുമ്പോൾ അതിന് 1/4 എന്ന് എഴുതും. അപ്പൊ നമുക്ക് ആകെയുള്ളത് മുകളിൽ 1, താഴെ 4. സോ പ്രോബബിലിറ്റി എന്താണ്? 1/4 എന്നതാണ് ആൻസർ. ഇനി രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. തിരഞ്ഞെടുക്കുന്ന 2 കുട്ടികളും ബോയ്സ് ആണ് എന്ന് പറഞ്ഞാൽ 10A ക്ലാസ്സിൽ നിന്നും ബോയിനെ തിരഞ്ഞെടുക്കണം. കൂടാതെ 10B ക്ലാസ്സിൽ നിന്നും ബോയിനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ 10A ക്ലാസ്സിൽ നിന്ന് ബോയ് സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത എത്രയാണ്? 10A ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്? 30. 30 പേർക്കും സെലക്ട് ചെയ്യപ്പെടാം. 30 പേരിൽ 30 പേർക്കും ഒരേ ചാൻസ് ആണ് സെലക്ട് ചെയ്യപ്പെടാൻ. ഓക്കെ, സോ 30 ആകെ 50. 50ൽ 30 സാധ്യത. ആൻഡ് ആണ്. സോ ഇൻടു, കാരണം 2 ക്ലാസ്സിൽ നിന്നും കുട്ടികൾ വേണം. 2 ആൺകുട്ടികൾ തന്നെയാണ് വേണ്ടത്. ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത 30/50 ആണ്. രണ്ടാമത്തെ ക്ലാസ് 10th Bയിൽ നിന്ന് ബോയ് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത 15 ആണ്. ബോയ്സിന്റെ എണ്ണം. ആകെ കുട്ടികളുടെ എണ്ണം 40. സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് 0 0 കട്ട് ചെയ്തു. 15/5 3. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം മുകളിലുള്ളത് 3 × 3 ആണ്, താഴെ 40 ആണ്. 40 3ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 × 3 9,
9/40 ആണ്. ബോത്ത് ആർ ബോയ്സ്. പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ബോയ്സ് ഇസ് ഈക്വൽ ടു 9/40. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തിരഞ്ഞെടുക്കണം. അപ്പൊ 10A ക്ലാസ്സിൽ നിന്ന് നമ്മൾ ആൺകുട്ടിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 10B ക്ലാസ്സിൽ നിന്ന് ആരെ എടുക്കാൻ പാടുള്ളൂ? പെൺകുട്ടി. അല്ലെങ്കിൽ 10Aയിൽ നിന്ന് പെൺകുട്ടീനെ 10Aയിൽ നിന്ന് ആൺകുട്ടീനെ. ഈ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആണ് രണ്ട് ക്ലാസ്സിൽ നിന്നും എടുക്കേണ്ടത്. അപ്പൊ സാധ്യതകൾ ഏതൊക്കെയാണ്? ബോയ് ഫ്രം 10, ആൺകുട്ടീനെ നമ്മൾ 10 എടുക്കുന്നു. ആൻഡ് ഗേൾ ഫ്രം 10B, അപ്പോൾ പെൺകുട്ടീനെ നമ്മൾ 10Bയിൽ നിന്ന് എടുക്കുന്നു. അല്ലെങ്കിൽ ഓർ ഗേൾ ഫ്രം 10A, 10Aയിൽ നിന്ന് ഗേളിനെ എടുക്കുന്നു. ആൻഡ് 10Bയിൽ നിന്ന് ബോയിനെ എടുക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെ എഴുതാം? ബോയ് ഫ്രം 10A, 10Aയിലുള്ള ബോയ്സിന്റെ എണ്ണം ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 30 ആണ്. സോ 30 ആകെ കുട്ടികളുടെ എണ്ണം 50, 30/50. അപ്പൊ ഞാൻ ഇത് എഴുതി ആദ്യം. ഇനി ആൻഡ്, അപ്പോൾ ഇൻറ്റു ഗേൾ ഫ്രം 10B, 10Bയിൽ നിന്ന് ഗേൾ. 10Bയിലെ ഗേൾസിന്റെ എണ്ണം 25 ആണ്. ആകെ കുട്ടികളുടെ എണ്ണം 40. സോ 25/40. ഓർ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പ്ലസ് ഇടാം. ഗേൾ ഫ്രം 10A, 10Aയിൽ നിന്ന് പെൺകുട്ടി. 10Aയിലുള്ള പെൺകുട്ടികളുടെ എണ്ണം 20 ആണ്. സോ 20/50. ടോട്ടൽ കുട്ടികൾ 50 ആണ്. ആൻഡ് ഇൻറ്റു ബോയ് ഫ്രം 10B, 10Bയിൽ നിന്ന് അപ്പോൾ നമ്മൾ ആൺകുട്ടീനെ എടുക്കണം. കാരണം സെലക്ട് ചെയ്യപ്പെടേണ്ടത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ഗേൾ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ആരെയും സെലക്ട് ചെയ്യാൻ പാടുള്ളൂ? ബോയിനെ. ഓക്കെ, അപ്പൊ ബോയ്സിന്റെ എണ്ണം 10Bയിൽ 15 ആണ്. ആകെ കുട്ടികളുടെ എണ്ണം 40 ആണ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ 25/50 എത്രയാണ്? 1/2. 30, 40 0 കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 3 × 1 3, 4 × 2 8. ഓക്കെ, പ്ലസ് ഇവിടെ നമുക്ക് 0 0 കട്ട് ചെയ്യാം. 15/5 3, 2/40 20. അപ്പൊ നമുക്ക് 3/20 എന്ന് കിട്ടും. അപ്പം കാൽക്കുലേഷൻ ഇങ്ങനെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈ ചെയ്യാതെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യാം? അതായത് 30 × 25 മൾട്ടിപ്ലൈ ചെയ്യാം. 25നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 75 കിട്ടും. സോ 75 പിന്നെ 0 750. 30 × 25 750 50 × 40 2000. പ്ലസ് ഇവിടെയോ 20 × 15 300 50 × 40 2000. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരും. അപ്പൊ നമ്മൾ അഡീഷൻ ആഡ് ചെയ്യുന്നത് എളുപ്പമാണ്. 2000-ൽ 750 300 കൂടെ കൂട്ടുമ്പോൾ 1050 കിട്ടും. എന്നിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്താലും മതി. അറ്റത്തെ 0 കട്ട് ചെയ്തു. പിന്നെ ഉള്ളത് 105/200 ആണ്. 2 നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 105നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 കിട്ടും. 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40 കിട്ടും. സോ നമുക്ക് 21/40 എന്ന ഉത്തരത്തിലേക്ക് കറക്റ്റ് നമുക്ക് എത്താം. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിലോ ഡിനോമിനേറ്റർ സെയിം അല്ല. ആണല്ലോ, ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ 8ന്റെയും 20ന്റെയും LCM കാണണം. ഇതൊരു മെത്തേഡ്. LCM കാണാനൊക്കെ അറിയുന്നവർ ആ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കാതെ സാധാരണ പോലെ കണ്ടെത്തുക. അവസാന സ്റ്റെപ്പിൽ മാത്രം സിംപ്ലിഫൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു LCM കാണണം. 8ന്റെയും 20ന്റെയും LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലസാഗു എന്ന് പറയും. അത് കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഡയറക്റ്റ് ആയിട്ട് അത് ഇന്നതാണ് LCM എന്ന് കിട്ടുന്ന കുട്ടികൾ ഡയറക്റ്റ് എഴുതി ചെയ്യുക. അല്ല എങ്കിൽ 8ഉം 20ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ ഏതാണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. വീണ്ടും നമുക്ക് കിട്ടിയ നമ്പേഴ്സ് 4ഉം 10ഉമാണ്. 4ഉം 10ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 2 തന്നെ.
ഓക്കെ, അപ്പൊ 4/2 2, 10/2 5. അപ്പൊ അവസാനം കിട്ടിയ രണ്ട് നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. LCM എന്ന് പറയുമ്പോൾ ഈ അറ്റത്തുള്ള നമ്പേഴ്സ് മാത്രം മൾട്ടിപ്ലൈ. 2 × 2 × 2 × 5. 2 × 2 4 ആണ്, 2 × 5 10 ആണ്. അപ്പൊ എത്ര വരും? 40 LCM വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ 8നെ 40 ആക്കണം, LCM ആക്കണം. 8നെ 40 ആക്കണമെങ്കിൽ 8നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട്. അപ്പൊ 8നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 എഴുതാം. അപ്പോൾ 3നെയും ഏത് നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? അതേ 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 15 എന്ന് വരും. ഇവിടെ 20 ആണ്, LCM 40 ആണ്. 20നെ 40 ആക്കണം. 20നെ 40 ആക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട്. അപ്പൊ 40 എന്ന് എഴുതി. അപ്പൊ 3നെയും എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട്. 3 × 2 6. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പൊ ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യാം. 15 6 കൂട്ടിയിൽ 21, 21/40 എന്ന് ഉത്തരം എഴുതാം. ഡി പാർട്ട് ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്? ഒരാൺകുട്ടി എങ്കിലും എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതാം? ഡി പാർട്ട് വരുമ്പോൾ പി ഓഫ് അറ്റ്ലീസ്റ്റ്, സാധാരണ ചോദിക്കുന്നതാണിത്. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് കണ്ടാൽ അപ്പൊ എന്ത് ചെയ്തോളാം? 1 - പ്രോബബിലിറ്റി ഓഫ് 2, അല്ലെ? അപ്പം അറ്റ്ലീസ്റ്റ് വരുമ്പോൾ ഇവിടെ ബോത്ത് ആർ എന്താ എടുക്കേണ്ടത്? ഇത് ബോയ് ആണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഏതാ വരിക? ഗേൾസ്. രണ്ടും. ഒരു ആൺകുട്ടി എങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഏതാണ് സാധ്യമല്ലാത്തത്? 2 ക്ലാസ്സിനും പെൺകുട്ടികൾ എടുക്കാൻ പാടില്ല. ഒരു ആൺകുട്ടീനെ എങ്കിലും തിരഞ്ഞെടുക്കണം, അത്രയാണ്. അപ്പം ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ ഗേൾസ് കുറച്ചാൽ മതി. സോ 1 - പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ ഗേൾസ് നമ്മൾ എ പാർട്ടിൽ കണ്ടെത്തിയിരുന്നു 1/4 എന്ന്. സോ 1 - 1/4, 1ൽ നിന്ന് 4 കുറച്ചാൽ 3/4, 3/4. 1ൽ നിന്ന് ക്വാർട്ടർ കുറച്ചാൽ 3/4, 3/4 എന്ന് ആൻസർ കിട്ടും. ഒരു SSLC ക്വസ്റ്റ്യൻ 4 മാർക്സിന്റെ. നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10 are written on slips of papers and put in a box. Multiples of 3 which is less than 20 are written on slips of papers and put it in another box. If one slip is to be taken from each A, in how many different ways can we choose a pair of slips, one from each box? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. What is the probability of both being even? C. What is the probability of getting at least one odd? ഒരു പെട്ടിയിൽ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്ന് വീതം എഴുതിയ കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 20ൽ കുറവായ 3ന്റെ ഗുണിതങ്ങളായ എണ്ണൽ സംഖ്യകൾ ഓരോന്ന് വീതം എഴുതിയ കടലാസ് കഷ്ണങ്ങളും ഇട്ടിരിക്കുന്നു. പെട്ടികളിലേക്ക് നോക്കാതെ ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് കഷ്ണം വീതം എടുത്താൽ എത്ര വ്യത്യസ്ത രീതികൾ കടലാസ് കഷ്ണങ്ങൾ എടുക്കാം? 2 ഇരട്ട സംഖ്യകളാകാനുള്ള സാധ്യത എന്ത്? 1 ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എന്ത്? അപ്പൊ അതിനുവേണ്ടി നമുക്കിവിടെ 2 ബോക്സുകളാണുള്ളത്. ബോക്സ് 1ഉം ബോക്സ് 2. ബോക്സ് 1ൽ 1 മുതൽ 10 വരെ എഴുതിയ പേപ്പർ സ്ലിപ്സുകളാണ് ഉള്ളത്. ഓക്കെ. ബോക്സ് 2ല് 3ന്റെ മൾട്ടിപ്പിൾസ് ആയ 20ൽ താഴെയുള്ള നമ്പേഴ്സ് എഴുതിയ സ്ലിപ്പുകളാണുള്ളത്. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 3, 6, 9, 12, 15, 18. 20ന് താഴെയുള്ള ഇത്രയും നമ്പേഴ്സ് ആണ് 3യുടെ മൾട്ടിപ്പിൾസ്, 3ന്റെ ഗുണിതങ്ങൾ. അവ എഴുതിയ പേപ്പർ സ്ലിപ്പുകളാണ് ബോക്സ് 2ൽ ഇട്ടത്. ഓക്കെ. ഇനി നമുക്ക് 1 by 1 ആൻസർ എഴുതാം. എ പാർട്ട്. എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ് ക്യാൻ വി ചൂസ് എ പെയർ ഓഫ് സ്ലിപ്സ്, വൺ ഫ്രം ഈച്ച് ബോക്സ്? എത്ര വ്യത്യസ്ത രീതികളിൽ കടലാസ് കഷ്ണങ്ങൾ എടുക്കും? നമ്മൾ ഈ ഓരോ ബോക്സിൽ നിന്നും ഓരോ കടലാസ് കഷ്ണങ്ങൾ വീതം എടുക്കുകയാണ്. അങ്ങനെ എത്ര പോസിബിൾ പെയേഴ്സ് ആണ് ഉണ്ടാകുക? അപ്പൊ നമുക്കത് കാണാൻ എളുപ്പമാണ്. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കാണാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ബോക്സ് 1ൽ എത്ര പേപ്പർ സ്ലിപ്പുകൾ ഉണ്ട്? 10 എണ്ണം. ബോക്സ് 2ൽ എത്ര പേപ്പർ സ്ലിപ്പുകൾ ഉണ്ട്? 6 എണ്ണം ആണല്ലോ. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കാണാൻ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 × 6 60. സോ ഒന്നാമത്തെ ആൻസർ എന്താണ്? 60. ഓക്കെ. അങ്ങനെ 60 രീതികളിൽ നമുക്ക് ഈ 2 ബോക്സിൽ നിന്നും ഓരോ പേപ്പർ സ്ലിപ്പ് വീതം എടുക്കാം. ഇനി ബി പാർട്ട് ആൻസർ ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഈവൻ?
രണ്ടും ഈവൻ നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റി, രണ്ടും ഇരട്ട സംഖ്യകളാകാനുള്ള സാധ്യത എന്ത്? അപ്പൊ നമുക്ക് 60 പെയറാണ് ഉള്ളതെന്ന് പറഞ്ഞു. സോ ഈ 60 പെയറും എഴുതുക എന്നത് നടക്കുന്ന കാര്യമില്ല. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഇൻറ്റും പ്ലസും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് സ്ലിപ്സ് ആർ ഈവൻ. രണ്ടും ഈവൻ തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ ബോക്സ് 1-ൽ നിന്നും ഈവൻ നമ്പർ കിട്ടണം, ബോക്സ് 2-ൽ നിന്നും ഈവൻ നമ്പർ കിട്ടണം. സോ പ്രോബിലിറ്റി ഓഫ് ഈവൻ ഫ്രം ബോക്സ് 1 ആൻഡ് രണ്ടും വേണം. ഓക്കെ, ഈവൻ ഫ്രം ബോക്സ് 2. അപ്പൊ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ഈവൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഒന്നാമത്തെ ബോക്സിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആണുള്ളത്. അതിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 2, 4, 6, 8, 10. 10ഉം ഈവൻ നമ്പറാണ്. അങ്ങനെ 5 നമ്പേഴ്സ് ആണ് ഉള്ളത്. സോ 5 ഈവൻ നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് എത്രയാ? 10. സോ 5/10. ഓക്കെ, ആൻഡ് എന്ന് കണ്ടാൽ എന്തെഴുതും? ഇൻറ്റു ഈവൻ ഫ്രം ബോക്സ് 2. രണ്ടാമത്തെ ബോക്സിലെ ഈവൻ നമ്പേഴ്സിന് സാധ്യത എത്രയാണ്? അപ്പൊ രണ്ടാമത്തെ ബോക്സിലുള്ള ഈവൻ നമ്പേഴ്സ് എത്രയാണെന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. 6 ഈവൻ നമ്പർ ആണ്, 12 ഈവൻ നമ്പർ ആണ്, 18 ഈവൻ നമ്പർ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് ഈവൻ നമ്പേഴ്സ്. സോ 3 എണ്ണേ ഉള്ളൂ. സോ 3 ടോട്ടൽ എത്രയുണ്ട്? 6 ആണ് ആ ബോക്സിനകത്തുള്ളത്. സോ 6. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാം. 5/10 is 1/2 ആണ്. 3/6 1/2 ആണ്. സോ 1/2 into 1/2, 1 into 1 1, 2 into 2 4. സോ ആൻസർ 1/4 എന്ന് കിട്ടും. സി പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഓഡ്. ഒന്നെങ്കിലും ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഓഡ് എന്ന് ചോദിച്ചാൽ ഒന്നിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഓഡിന്റെ ഓപ്പോസിറ്റ് എന്താ? ഈവൻ. കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1 - രണ്ടും ഈവൻ ആണുള്ള പ്രോബബിലിറ്റി നമ്മൾ ബി പാർട്ടിൽ കണ്ടെത്തിയിരുന്നു. 1/4. 1-ന്ന് 1/4 കുറച്ചാൽ 3/4 ആൻസർ കിട്ടും. SSLC 2020 ചോദിച്ച 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. In a school, the total number of students in 10th A division is equal to the total number of students in 10th B. One student is to be selected from each division. Number of boys in 10A is 20. The probability of selecting a boy from 10A is 2/5 and that of from 10B is 3/5. How many students are there in 10A? What is the probability of selecting a girl from 10A? How many boys are there in 10B? What is the probability of both the selected students being boys? ഒരു സ്കൂളിലെ 10A ഡിവിഷനിലുള്ള കുട്ടികളുടെ എണ്ണവും 10B ഡിവിഷനിലുള്ള കുട്ടികളുടെ എണ്ണവും തുല്യമാണ്. ഓരോ ഡിവിഷനിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം. 10Aയിൽ 20 ആൺകുട്ടികളുണ്ട്. 10Aയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി ആൺകുട്ടിയാകാനുള്ള സാധ്യത 2/5 ആണ്. 10Bയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി ആൺകുട്ടി ആകാനുള്ള സാധ്യത 3/5 ആണ്. 10Aയിൽ ആകെ എത്ര കുട്ടികളുണ്ട്? 10Aയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടി പെൺകുട്ടിയാകാനുള്ള സാധ്യത എന്താണ്? 10Bയിൽ എത്ര ആൺകുട്ടികളുണ്ട്? തിരഞ്ഞെടുക്കപ്പെടുന്ന 2 കുട്ടികളും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? അപ്പൊ നമുക്ക് ഇവിടെ അറിയാവുന്നത് 2 ക്ലാസ്സുകളാണ് തന്നിരിക്കുന്നത്. 10A ക്ലാസ്സും തന്നിട്ടുണ്ട്, 10B ക്ലാസ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 2 ക്ലാസ്സിലും കുട്ടികളുടെ എണ്ണം തുല്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 10A ക്ലാസ്സിൽ ബോയ്സിന്റെ എണ്ണം തന്നിട്ടുണ്ട്. എത്ര ബോയ്സ് ഉണ്ട്? 20 ബോയ്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 10A ക്ലാസ്സിൽ ഗേൾസിന്റെ എണ്ണം തന്നിട്ടില്ല. ഗേൾസ് എത്രയാന്ന് നമുക്കറിയില്ല. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് 10B ക്ലാസ്? 10B ക്ലാസ്സിൽ ബോയ്സിന്റെ എണ്ണവും കൃത്യമായി പറയുന്നില്ല, ഗേൾസിന്റെ എണ്ണവും കൃത്യമായി പറയുന്നില്ല. ബോയ് എത്രയാണെന്നും അറിയില്ല, ഗേൾസ് എത്രയാണെന്നും അറിയില്ല, ടോട്ടലും എത്രയാണെന്നും അറിയില്ല. നമുക്കറിയുന്നത് രണ്ടും ഈക്വലാണ്. കുട്ടികളുടെ എണ്ണം തുല്യമാണ്. ടോട്ടൽ കുട്ടികളുടെ എണ്ണം തുല്യമാണ്. നമുക്ക് പിന്നീട് ക്വസ്റ്റ്യനിനകത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് തന്ന കാര്യങ്ങൾ വേണം ആദ്യം എഴുതി വെക്കാൻ.
1 student is to be selected from each division. Number of boys in 10A. 10A ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം 20. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10A ഈസ് 2/5. 10Aയിൽ നിന്ന് ഒരു ആൺകുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് വേണം തുടങ്ങാൻ. ഓക്കെ, ഗിവൺ പ്രോബബിലിറ്റി of selecting a boy from 10A തന്നിട്ടുണ്ട്. എത്രയാണ്? 2/5. അപ്പം നേരത്തെ നമുക്ക് പ്രോബബിലിറ്റി തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ള പ്രോബ്ലംസ് നമ്മൾ പരിചയിച്ചതാണ്. അങ്ങനെ വരുമ്പോൾ പ്രോബബിലിറ്റി വലതുവശം നോക്കണ്ട, ഇടതുവശത്ത് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10A അതെങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10A, എത്ര ആൺകുട്ടികളുണ്ടോ 10Aയിൽ അതിനെ ടോട്ടൽ സ്റ്റുഡൻസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി കിട്ടുക. അത് കിട്ടിയ പ്രോബബിലിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 2/5. അപ്പം നമുക്കറിയാം 10A ക്ലാസ്സിലെ ബോയ്സിന്റെ എണ്ണം 20 ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 20 ടോട്ടൽ സ്റ്റുഡൻസ്. ടോട്ടൽ സ്റ്റുഡൻസ് 2/5 ഈക്വൽ ഫ്രാക്ഷൻ ആണ്. ഇടതുവശത്തും ഫ്രാക്ഷൻ, വലതുവശത്തും ഫ്രാക്ഷൻ, അത് ഈക്വൽ ആണ്. സോ ഈക്വൽ ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 20 × 5 100 is equal to 2 into total students. 2 into total students. Okay, അപ്പോൾ 2 into total students 10Aയിലെ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ 10A ആണ് നമുക്ക് കിട്ടിയ 100. അങ്ങനെയാണെങ്കിൽ 10Aയിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ 10A. ഈ രണ്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. സോ 100 ഇവിടെ ഇൻറ്റു ചെയ്ത് 2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. 100/2 നമുക്ക് എത്ര കിട്ടും? 50. അപ്പം നമുക്കിവിടെ എഴുതാം 10Aയിലെ കുട്ടികളുടെ എണ്ണം ടോട്ടൽ 50 എന്ന് കിട്ടി. അത് തന്നെയാണ് 10Bയിലെ കുട്ടികളുടെ എണ്ണം. ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് 2 ക്ലാസ്സിലും ഒരേ കുട്ടികളുടെ എണ്ണം തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഗേൾസിന്റെ എണ്ണം ഇവിടെ കണ്ടെത്തിക്കൂടെ? 20 30 50. സോ ഗേൾസിന്റെ എണ്ണം എത്രയാ വരിക? 30 വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിനകത്ത് ആദ്യം തന്ന ഇൻഫർമേഷനിൽ നിന്ന് തന്നെ നമ്മൾ 10A ക്ലാസ്സിലെ ബോയ്സിന്റെ എണ്ണം തന്നിരുന്നു, ഗേൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റി, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമുക്ക് ക്വസ്റ്റിനകത്ത് വേറൊരു ഇൻഫർമേഷനും കൂടെ തന്നിട്ടുണ്ട്. ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10B, 10Bയിൽ നിന്ന് ആൺകുട്ടികളെ കിട്ടാനുള്ള സാധ്യത തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് എഴുതുന്നു. അവിടെ നിന്ന് നമുക്ക് 10th B ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ആൺകുട്ടികളുടെ എണ്ണം കിട്ടുന്നതാണ്. ഓക്കെ, അതിനു മുമ്പ് എ പാർട്ടിന്റെ ആൻസർ നമുക്ക് കിട്ടി. അതവിടെ എ എന്ന് എഴുതിയിട്ട് എഴുതാം. എ, അത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. എ പാർട്ടിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എ പാർട്ട് എന്ന് പറഞ്ഞ് തന്നെ ആൻസർ എഴുതണം. എ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ 10th 50 എന്ന് കിട്ടി. ഓക്കെ, അതാണ് നമ്മളോട് ചോദിച്ചത്. ഇനി നമ്മൾ ബി പാർട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ യൂസ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10th B, 10B ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി ആൺകുട്ടിയാകാനുള്ള സാധ്യത 3/5 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എഴുതാം. ഗിവൺ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10B എത്രയാ തന്നത്? 3/5 ആണ്. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡ് നോക്കില്ല, ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് സാധാരണ ഡെഫിനിഷൻ എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10B എങ്ങനെ കാണാം? നമ്പർ ഓഫ് ബോയ്സ് അല്ലെ, നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. അപ്പൊ ഇവിടെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ എണ്ണമാണ്. സോ നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10B ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ 10B കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബബിലിറ്റി കിട്ടുക. അത് 3/5 ആണ് കിട്ടുക. നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10B അറിയില്ല എത്രയാണെന്ന്. പക്ഷെ നമുക്കറിയാം 10Bയിലെ കുട്ടികളുടെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 50 ആണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്ഥാനത്ത് 50 എന്ന് എഴുതാം. സോ നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10B ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുന്നതാണ് 3/5. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഈക്വൽ ഫ്രാക്ഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10B ഇൻറ്റു 5. അപ്പോൾ 5 ഇൻറ്റു നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10B is equal to 3 into 50, 150. 3 into 5 15, പിന്നെ ഒരു 0 കൂടി ഇടാം, 150 കിട്ടും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10B കാണാൻ ഈ 5 നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. Therefore, number of boys in 10B is equal to 150/5. 150നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. സോ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10B നമുക്ക് കിട്ടി. എത്രയാണ്? 30 ആണ്. അപ്പൊ നമുക്ക് ഗേൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. എത്ര വരും? 20 വരും. ഓക്കെ, അങ്ങനെയാണ് 50 വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ 10A കണ്ടുപിടിച്ചു. 10A ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 50. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഗേൾ ഫ്രം 10A. അപ്പൊ ഇത് നമ്മൾ ബി എന്ന് എഴുതണ്ട, ഇത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ്. ഇനി നമുക്ക് ബി ആൻസർ ചെയ്യാം. ഓക്കെ, what is the probability of selecting a girl from 10A? Okay, probability of selecting a girl from 10. അപ്പോൾ 10A ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ടെന്ന് നോക്കുക. 10A ക്ലാസ്സിൽ നമുക്ക് കിട്ടി ഗേൾസിന്റെ എണ്ണം 30 ആണ്. 30 by total number of students 50. So 30 by 50, അതിനെ നമുക്ക് 3/5 എന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി സി പാർട്ട്. സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന 10Bയിൽ എത്ര ആൺകുട്ടികളുണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10B നമ്മൾ കണ്ടിരുന്നു 30 എന്ന്. സോ സിയുടെ ആൻസർ 30 വരും. ഓക്കെ, ഇനി ഡിയുടെ ക്വസ്റ്റ്യൻ, തിരഞ്ഞെടുക്കപ്പെടുന്ന 2 കുട്ടികളും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് സെലക്ടഡ് സ്റ്റുഡൻസ് ബീങ് ബോയ്സ്? അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ ബോയ്സ്, രണ്ടും ആൺകുട്ടികളാകണം എന്ന് പറഞ്ഞാൽ 10A ക്ലാസ്സിൽ നിന്നും ബോയ് വരണം ആൻഡ് 10B ക്ലാസ്സിൽ നിന്നും ബോയ് വരണം. അപ്പൊ അതിന് കൂടുതലായിട്ട് കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് ബോയ് 10A ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 2/5. സോ 2/5 ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇടും. ബോയ് 10B ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത എത്രയാണ്? 3/5. സോ 2/5 ഇൻറ്റു 3/5, 2 ഇൻറ്റു 3 6, 5 into 5 25. 6/25 ആണ് ആൻസർ. SSLC 2017 4 marks question. A pot contains 5 black beads and 7 white beads. Another pot contains 6 black beads and 8 white beads. If one bead is drawn from each pot without looking, what will be the probability of getting at least one white bead? ഒരു പാത്രത്തിൽ 5 കറുത്ത മുത്തുകളും 7 വെളുത്ത മുത്തുകളുമുണ്ട്. മറ്റൊരു പാത്രത്തിൽ 6 കറുത്ത മുത്തുകളും 8 വെളുത്ത മുത്തുകളുമുണ്ട്. പാത്രങ്ങളിലേക്ക് നോക്കാതെ ഓരോ പാത്രത്തിൽ നിന്നും ഓരോ മുത്ത് വീതം എടുത്താൽ ഒരു വെളുത്ത മുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യത എത്ര? അപ്പൊ നമുക്കിവിടെ 2 പോട്ടുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പോട്ടിൽ നമുക്ക് 5 ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, 7 വൈറ്റ് ബീഡ്സ് ഉണ്ട്. രണ്ടാമത്തെ പോട്ടിൽ നമുക്കുള്ളത് 6 ബ്ലാക്ക് ബീഡ്സും 8 വൈറ്റ് ബീഡ്സും ആണ്. കണ്ടുപിടിക്കാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 white bead. ഒരു വെളുത്ത മുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യത. അങ്ങനെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആണല്ലോ, രണ്ടും. ബോത്ത് വൈറ്റിന്റെ ഓപ്പോസിറ്റ്, വൈറ്റ് അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ഏതാ? ബ്ലാക്ക് ആണ്. ബോത്ത് ബ്ലാക്ക് ബീഡ്സ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇതറിഞ്ഞിരിക്കണം. സോ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ഫ്രം പോട്ട് 1, ഒന്നാമത്തെ പാത്രത്തിൽ നിന്നും ബ്ലാക്ക്, ആൻഡ് രണ്ടും ബ്ലാക്ക് ആയിരിക്കണം. അപ്പൊ രണ്ടാമത്തെ പോട്ടിൽ നിന്ന് എന്ത് തന്നെയായിരിക്കണം? ബ്ലാക്ക്. ആൻഡ്
black from pot 2. Okay, so that's equal to 1 minus ഒന്നാമത്തെ പോട്ടിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഒന്നാമത്തെ പോട്ടിൽ എത്ര ബ്ലാക്ക് ഉണ്ട്? 5. ആകെ എത്രയുണ്ട്? 12. സോ 5/12 ആൻഡ് വന്നാൽ ഇൻറ്റു രണ്ടാമത്തെ പോട്ടിൽ ബ്ലാക്ക്. രണ്ടാമത്തെ പോട്ടിൽ എത്ര ബ്ലാക്ക് ഉണ്ട്? 6. ആകെ എത്രയുണ്ട്? 14. 6 8 14. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ 1 മൈനസ് ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 ഫ്രാക്ഷൻസ് ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ മുകളിലും താഴെയും ഒരേ നമ്പേഴ്സ് വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടെ മുകളിലും താഴെയും നോക്കിയിട്ടുണ്ടെങ്കിൽ 6 ഉണ്ട് 12 ഉണ്ട്. 6 12 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 2നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ്. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ്. ഇനി മുകളിലുള്ളത് 5 × 1 5 ബൈ താഴെ 2 × 14 28. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യണം. ഓക്കെ, ഇനി 1ൽ നിന്ന് 5/28 കുറയ്ക്കുക. 28 ആണ് ഡിനോമിനേറ്റർ വരിക. 1 × 28 28 മൈനസ് അതേ 5. 28ൽ നിന്ന് 5 കുറച്ചാൽ 23. 23/28 ആണ് ആൻസർ. മറ്റൊരു SSLC ക്വസ്റ്റ്യൻ കൂടെ. എ ബോക്സ് കണ്ടെയ്ൻസ് 12 white beads, 10 red beads and 8 blue beads. Without looking, if one bead is taken, what is the chance of it being a red bead, being a blue or white bead? ഒരു പെട്ടിയിൽ 12 വെളുത്ത മുത്തുകളും 10 ചുവന്ന മുത്തുകളും 8 നീല മുത്തുകളുമുണ്ട്. ഇതിൽ നിന്നും നോക്കാതെ ഒരു മുത്തെടുത്താൽ അത് ചുവന്ന മുത്താകാനുള്ള സാധ്യത എത്ര? നീലയോ വെള്ളയോ ആകുന്നതിനുള്ള സാധ്യത എത്ര? ആ ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ ആഡ് ചെയ്തതിനൊരു കാരണമുണ്ട്. ഇവിടെ നമുക്ക് ഒരേ ഒരു ബോക്സേ ഉള്ളൂ, പെയറുകൾ വരുന്നില്ല. ഓക്കെ, ഒരേ ഒരു ബോക്സേ ഉള്ളൂ. അതിൽ 12 വൈറ്റ് ഉണ്ട്, 10 റെഡ് ഉണ്ട്, 8 ബ്ലൂ ഉണ്ട്. സോ ആകെ ബോളുകളുടെ എണ്ണം എത്രയാണ്? 12 10 22 8 30 ബോളുകളാണ് ആകെ ഉള്ളത്. ബോൾ അല്ല, ഇവിടെ ബീഡ്സ് ആണ്. ഓക്കെ, 30 ബീഡ്സ് ആണ്, മുത്തുകളാണ് ഉള്ളത്. നമുക്ക് ആദ്യം കാണേണ്ട ക്വസ്റ്റ്യൻ, ഇഫ് 1 bead is taken, what is the chance? ചാൻസ് എന്ന് ചോദിച്ചാൽ എന്താണ്? പ്രോബബിലിറ്റി തന്നെയാണ് കാണേണ്ടത്. ഓക്കെ, പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ബീയിങ് എ റെഡ് ബീഡ്, പ്രോബബിലിറ്റി ഓഫ് റെഡ് കിട്ടാനുള്ള സാധ്യത കാണണം. ഈസിയാണ്. ടോട്ടൽ റെഡ് ബീഡ്സ് എത്രയുണ്ട്? 10. ആകെ ബീഡുകളുടെ എണ്ണം എത്രയാണ്? 30. സോ 10/30 1/3 എന്ന് ആൻസർ എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പ്രോബബിലിറ്റി ഓഫ് being blue or white, blue or white. ഞാൻ പറഞ്ഞു ഓർ എന്ന് കണ്ടാൽ അപ്പം എന്ത് ചെയ്തോളാം? പ്ലസ് ഇട്ടോളാം. അപ്പം ഇതൊരു മെത്തേഡിൽ പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ കാണാം, ഓറിൻ്റെ സ്ഥാനത്ത് പ്ലസ് ഇടുക, പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് കാണാം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ എന്താ കിട്ടുക? മൊത്തം ബ്ലൂ ബീഡ്സ് എത്രയാണ്? 8 ആണ്, ആകെ 30. പ്ലസ് വൈറ്റോ 12 വൈറ്റ് ആണുള്ളത്, ആകെ 30. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 30 12 8 20 20/30 എന്ന് പറയുമ്പോൾ നമുക്ക് 2/3 എന്ന ഉത്തരത്തിലേക്ക് എത്താം. അപ്പം ഇവിടെ ഞാൻ ഓറെന്ന് കണ്ടു കഴിഞ്ഞാൽ പെയർ അല്ല എങ്കിൽ കൂടെയും നമുക്ക് പ്ലസ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി തരാനാണ് ഈ ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ വെച്ചത്. ഇത് വേറെ രീതിയിലും നിങ്ങൾക്ക് ചിന്തിച്ചെഴുതാവുന്നതേ ഉള്ളൂ. ബ്ലൂവോ വൈറ്റോ ആകുന്നതിനുള്ള സാധ്യത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലൂവോ വൈറ്റോ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകാൻ പാടില്ല എന്നുള്ളൂ? റെഡ് ആകാൻ പാടില്ല. അപ്പോൾ റെഡിന്റെ പ്രോബബിലിറ്റി 1ൽ നിന്ന് കുറച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ബ്ലൂവോ വൈറ്റോ ഇതിൽ രണ്ടിൽ ഏതോ ആവാം. അപ്പോൾ ബ്ലൂവിനും വൈറ്റിനും കൂടെ എത്രയേ ചാൻസ് ഉള്ള? 20. അങ്ങനെ നിങ്ങൾക്ക് 20/30 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പോൾ ഓറെന്ന് കണ്ടാൽ പ്ലസ് എഴുതുക എന്നുള്ള കാര്യം ഓർക്കുക. ഈ ക്വസ്റ്റിനോട് കൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ സെക്ഷനിലും ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SSLC ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ എടുത്തേക്കുന്നത്. ഈ രീതിയിൽ തന്നെ പഠിക്കുക. 4 അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. ആ മാർക്കും കൂടെ നമ്മൾ സ്കോർ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ മാത്രം പ്ലസ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. സോ വളരെ എളുപ്പത്തിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇതേ രീതിയിൽ തന്നെ പഠിക്കും.